എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ജനങ്ങളെ പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകരെ തെരുവിൽ എത്തിച്ചത് ഈ നേതാക്കന്മാർ. ഏതെന്നെ അവൻ പറഞ്ഞ നേരാ. ഇപ്പൊ ഓർക്കുന്ന ഒരു വാക്യം പണ്ട് ജവഹർലാൽ നെഹ്റു സന്ദർഭത്തിൽ പറഞ്ഞ, കോൺഗ്രസിന് മാത്രമേ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കഴിയൂ. ഇപ്പൊ തലയും കുറിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്തൊക്കെയായിരുന്നു എല്ലാവർക്കും അറിയുന്ന കാര്യം, കരുണാകരൻ ആന്റണി ഗ്രൂപ്പ് തർക്കം വഴക്ക് എന്ന് പറയുന്നതൊക്കെ ആര് മുഖ്യമന്ത്രിയാവണം, ആര് KPC പ്രസിഡന്റ് ആവണം എന്നുള്ള വടംവലി. അവന്റെ പോക്ക് കാണുമ്പോൾ ഒരു ഏകാധിപതിയാകാനുള്ള ലക്ഷണമാണ്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് തർക്കങ്ങളില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം 10 കൊല്ലമായിട്ട് അധികാരമില്ല എന്നാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഗ്രൂപ്പുകൾക്കൊന്നും വലിയ സ്കോപ്പില്ല. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്ന കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോ വന്ന എന്താണ്, കഴിഞ്ഞ 5 കൊല്ലമായിട്ട് വളരെ ഉന്മേഷത്തോടു കൂടി ആളുകളെ ആവേശം കൊള്ളിച്ചുകൊണ്ട് സഭയ്ക്കകത്തും പുറത്തും പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ആള് VD സതീശൻ ഉണ്ടായിരുന്നു. സർക്കാർ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആൺകുട്ടി. കഴിഞ്ഞ 5 കൊല്ലത്തിനിടയ്ക്ക് വെറും പ്രതിപക്ഷത്തിരുന്ന് സഭയിലോ പുറത്തോ പ്രസംഗിക്കുക മാത്രമല്ല സതീശൻ ചെയ്തത്. അദ്ദേഹം ഇവിടുത്തെ ഈ 5 കൊല്ലത്തിനിടയ്ക്കുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും നേതൃത്വം കൊടുത്തു. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ലോക്കൽ ബോഡീസിലേക്കുള്ള ഇലക്ഷൻ ഉണ്ടായി, ഇപ്പോ നിയമസഭാ ഇലക്ഷൻ ഉണ്ടായി. അദ്ദേഹമാണ് പറഞ്ഞത്, അദ്ദേഹമാണ് ധൈര്യപ്പെട്ടത് 100-ലധികം സീറ്റ് കിട്ടും എന്ന്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? 12 മന്ത്രിമാര് പരാജയപ്പെടും എന്ന് പറഞ്ഞു. അത് 13-ഓ 14-ഓ ആവാം, 12-ഓ 1 ആവാം എന്ന് പറഞ്ഞു. അത് 13 മന്ത്രിമാർ പരാജയപ്പെട്ടു. സിറ്റിംഗ് MLA പരാജയപ്പെട്ടു. വിസ്മയങ്ങൾ ഉണ്ടാവും എന്ന് അദ്ദേഹം പറഞ്ഞു. വിസ്മയങ്ങൾ ഉണ്ടായില്ല. ഈ വിജയത്തിൽ കോൺഗ്രസിനോ അവരുടെ സഖ്യകക്ഷികളായ ലീഗ് തുടങ്ങിയുള്ള മുന്നണിയിലെ ഘടകങ്ങൾക്കോ ഉള്ള അതേ തരത്തിലുള്ള അതിന്റെ ക്രെഡിറ്റ് ഒരു പാർട്ടിയിലും പെടാത്തവർക്കും LDFന്റെ അണികൾക്കും പ്രത്യേകിച്ച് CPMന്റെ അണികൾക്കും ഇതിൽ വലിയ പങ്ക്. രാഘവൻ പറഞ്ഞത് വാസ്തവം. ഈ തരത്തിലുള്ള ഒരു പോരാട്ടം നടത്താൻ UDFനെ സജ്ജമാക്കിയ സേനാനായകനാണ് VD സതീശൻ. അവൻ പറയുന്ന കാര്യങ്ങൾ കുറെയൊക്കെ ശരിയല്ലേ? ജാതിയോ മതമോ അല്ല ഇവിടുത്തെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനം, അത് രാഷ്ട്രീയ പ്രബുദ്ധതയാണ് എന്ന് 2026-ലെ തെരഞ്ഞെടുപ്പ് കാണിച്ചു. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു? കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. നായന്മാരുള്ളടുത്ത് നായന്മാർക്ക് വോട്ട്, മാപ്പിളമാരുള്ളടുത്ത് മാപ്പിളമാർക്ക് വോട്ട്, ക്രിസ്ത്യാനികളടുത്ത് അങ്ങനെയൊന്നും അല്ല ഇവിടുത്തെ കാര്യം. മതേതരത്വത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന ആളുകൾ രാഷ്ട്രീയ പ്രബുദ്ധതയോടുകൂടി വോട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായം കേരളത്തിലുണ്ട് എന്ന് വന്നു. ഇത് ഇത്രയും വലിയ കുരിശാവുന്ന ഞാൻ വലിയ, അതായത് കേരളത്തിന് മൊത്തം അഭിമാനിക്കാവുന്ന, അതായത് 10 കൊല്ലത്തെ പലതരത്തിലും ദുർഭരണം എന്ന് വിളിക്കാവുന്നതാണ് 2ാം പിണറായി സർക്കാരിന്റെ കാര്യം. എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാണ്. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന ലക്ഷണമാണ്. അതിനൊരു അന്ത്യം വരുത്തി. എന്നിട്ട് ഇപ്പോ ഞങ്ങള് 10 മിനിറ്റ് കൊണ്ട് മുഖ്യമന്ത്രിയെ കണ്ടെത്തും എന്ന് പറയുമ്പോൾ 4-5 ദിവസമായി. തെരുവിലെത്തിയത് ഒരു പാർട്ടിയുടെ തന്നെ നേതൃത്വത്തിന്റെ ഒരു പിടിപ്പില്ലായ്മ കൊണ്ട്. നിനക്ക് നഗരജീവിതമല്ല നരകജീവിതമേ വിധിച്ചിട്ടുള്ളൂ. നിന്റെ കാര്യം പോക്കണം. ഹൈക്കമാൻഡിന്റെ ആളുകള് അവർക്ക് എഴുതി കൊടുത്തത് അവരുടെ കയ്യിൽ നിന്ന് വീണു പോവുകയാണ്. ഇതൊന്നും മനഃപൂർവ്വം അല്ല എന്ന് എനിക്ക് വിശ്വസിക്കാൻ വയ്യ. എന്നെ സംശയിക്കരുത്. പാർട്ടി ഇപ്പൊ ഭരണം കിട്ടുന്നതിന് മുമ്പ് തന്നെ 3 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു. KC വേണുഗോപാലിന്റെ ഗ്രൂപ്പ്, VD സതീശന്റെ ഗ്രൂപ്പ്, രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പ്. ആർക്കിപ്പോ എനിക്കെന്താ അധികാരം? ഞാൻ ഈ നാട്ടിലെ പൗരൻ എന്നുള്ള നിലയ്ക്ക്, ഒരു വോട്ടർ എന്നുള്ള നിലയ്ക്ക്, നികുതിദായകൻ എന്നുള്ള നിലയ്ക്ക്, കാര്യങ്ങൾ അഭിപ്രായമുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് ജനാധിപത്യത്തിലുള്ള എന്റെ അവകാശം ഉപയോഗിക്കാം. എനിക്കൊരു ആശ്വാസമുള്ളത് ഭാഗ്യവശാൽ ഈ 3 പേരും ഒരേ സമുദായത്തിൽ നിന്നുള്ളവരായി. അല്ലെങ്കിൽ ഇപ്പോ സമുദായം തിരിഞ്ഞ് വർത്തമാനം പറയും, കലഹിക്കുകയും ചെയ്യുന്നു. ഭാഗ്യവശാൽ അത് കാണേണ്ടി വന്നില്ല. ഇത്ര ഗംഭീരമായൊരു വിജയത്തിന്റെ ശോഭ കെടുക്കുന്ന മട്ടിൽ ആണ് വർത്തമാനം പറയുന്നതും പെരുമാറുന്നതും. നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ തടി മണ്ണോ മാത്രം പോരാ, മൂള വേണം, മൂള. എനിക്ക് മനസ്സിലാവുന്ന ഞാൻ ചോദിക്കുകയാണ്, 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ച് ജയിക്കുമ്പോൾ KC വേണുഗോപാലിന് അറിയില്ലേ 2026 നിയമസഭാ ഇലക്ഷൻ വരാനുണ്ട്? ഇവിടെ അവർക്കൊന്നും നിശ്ചയമില്ലാത്ത അളവിൽ, അവർക്കൊന്നും ഇല്ലാത്ത അളവിൽ ആത്മവിശ്വാസം, ഈ കാര്യത്തെപ്പറ്റിയുള്ള തീർപ്പ് സതീശൻ എന്നുള്ള നേതാവിനുണ്ടായിരുന്നു. പിന്നല്ലാതെ ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ബുദ്ധി ഉദിക്കുന്നത്. അതിനൊരു ചെറിയ പ്ലാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ആണ് ഞാൻ വിചാരിക്കുന്നത്. ഇക്കണക്കിന് പോയാൽ ഈ മന്ത്രിസഭ താഴെ വീഴും. എന്നോട് ക്ഷമിക്കുക, എനിക്ക് തോന്നുന്ന ഒരു ഉദാഹരണം,
ഒരാൾ നോക്കുകൂലി വാങ്ങും പോലെയാണ്. കാരണം പണിയെടുക്കാത്ത ഒരാള്, ആ വേർത്തിട്ടില്ലാത്ത ഒരാള് കൂലി വാങ്ങും പോലെയാണ്. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. സ്ഥാനാർത്ഥിത്വം നിർണയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആളുകൾക്ക് ഒരു പരിഗണന കൊടുത്തിരിക്കാം. അത് കാരണം ഈ 42 പേര് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു ഗ്രൂപ്പിന്റെ കളി അദ്ദേഹം ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. സതീശൻ ഗ്രൂപ്പ് കളിക്കുന്നില്ല എന്നതിലേക്ക് എനിക്കുള്ള ഒരു തെളിവ്, അദ്ദേഹം ഇന്ന് വരെ ഈ 25 കൊല്ലത്തിനടുക്ക് ഒരിക്കലും മന്ത്രിയായില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഗ്രൂപ്പ് കളിച്ചിരുന്നെങ്കിൽ മന്ത്രിയായി. എന്റെ ഉള്ളിലുണ്ട് സത്യവും ധർമ്മവും നീതിയും ദാഹിക്കുന്ന ഒരു SNDP സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും NSSന്റെ നേതാവ് സുകുമാരൻ നായർക്കും കണ്ടുകൂടാത്ത ഒരാളാണ് സതീശൻ. എന്ന് പറഞ്ഞാൽ ഈ ജാതി മത പ്രീണനത്തിന് അദ്ദേഹം പോകുന്നില്ല എന്നാണ് അതിന്റെ മറ്റുള്ളവരെ. പാർട്ടി ഉള്ളവരും ഇല്ലാത്തവരുമായ ബഹുജനങ്ങൾ, LDFിലുള്ള ആളുകളുണ്ട് എന്ന് ഞാൻ ആവർത്തിക്കാൻ, അവരൊക്കെ വാസ്തവത്തിൽ നേതാവായിട്ട് കണ്ടത് സതീശനെയാണ്. അധികം കയറി വിലസണ്ട, ഇത് വലിയ ശല്യമായി. പണ്ട് രാജ്യസഭാ മെമ്പറായിട്ടിരിക്കുക അച്യുതമേനോൻ 69 മുഖ്യമന്ത്രിയായ മാതിരി അദ്ദേഹം ഒന്ന് മുഖ്യമന്ത്രിയായി വിചാരിക്കാം. അപ്പൊ എന്താ ഉണ്ടാവുക? ഉണ്ടാവാൻ പോണ ഒന്ന്, ആലപ്പുഴയിൽ അദ്ദേഹം രാജിവെക്കുമ്പോൾ അവിടെ ഒരു ലോക്സഭാ ഇലക്ഷൻ വരും, ബൈ ഇലക്ഷൻ വരികയാണ്. ഒരു കാര്യമില്ല. പിന്നെ അദ്ദേഹത്തിന് വേണ്ടി ഒരു MLA രാജിവെക്കണം. ആ രാജിവെക്കുന്നിടത്ത് കേരളത്തിൽ ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ വീണ്ടും ഒരു ബൈ ഇലക്ഷൻ വരും, ഇടക്കാല തെരഞ്ഞെടുപ്പ് വരും. അപ്പൊ എന്താ ഉണ്ടാവുക? ഒന്നുമില്ല, വളരെ ലളിതമാണ്. ഇതൊക്കെ ശക്തിപ്പെടുത്താൻ പോകുന്നത് BJP അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ. പഴയ മാതിരിയല്ല. LDFO UDFO LDFO എന്ന തരത്തിലുള്ള ഒരു താരതമ്യം, അല്ലെങ്കിൽ ഇവിടെ വിട്ട അവിടെ എന്നല്ല. അതിനിടയ്ക്ക് മൂന്നാമതൊരു സ്പേസ് ഉണ്ടായി വന്നിട്ടുണ്ട്, മൂന്നാമതൊരു ചോയ്സ് ഉണ്ടായി വന്നിട്ടുണ്ട്. 7:30 ശനിയുടെ ആരംഭമാണെന്ന് കരുതിയാ മതി. ഭേദം BJP ആയിരുന്നു എന്ന് ഇപ്പൊ തന്നെ ആളുകൾ പറയാൻ തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇവരെ ജയിപ്പിച്ചിട്ട് ഈ തമ്മിത്തല്ല് കാണാനും പണ്ടുള്ളതിനേക്കാൾ ഭീകരമായ അളവിൽ ഗ്രൂപ്പ് വഴക്ക് വന്നിട്ട് രാഷ്ട്രത്തിന്റെ കാര്യമോ മുന്നണിയുടെ കാര്യമോ പാർട്ടിയുടെ കാര്യമോ അല്ല പ്രധാനം. പ്രധാനം അവനവന്റെ കസേരയാണ് എന്നുള്ള. നന്നാവില്ല, അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ. ഈ ഒരു ശരിക്കുള്ള ഒരു കസേര കളി വളരെ, അതായത് ഇവിടുത്തെ സമ്മതിദായകരെ മുഴുവൻ നിന്ദിക്കുകയും അവമാനിക്കുകയും ചെയ്യുന്ന മട്ടിൽ അവർ പെരുമാറുന്നത്. എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല്? കുണ്ടി കുത്തി വീഴും. ഇതൊക്കെ ജനാധിപത്യം എന്നാണ് പേര് പറയാന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവാത്തൊരു ജനാധിപത്യമാണത്. കാരണം വളരെ പ്ലാൻ ചെയ്ത്, ഇപ്പോ എന്ത് ന്യായത്തിലാണ് ഹൈക്കമാൻഡ് പറഞ്ഞത് MP-മാര് MLA ആയിട്ട് മത്സരിക്കാൻ പാടില്ല? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. സതീശന്റെ പ്രധാനപ്പെട്ട ഗുണം ഞാൻ കാണുന്നത് അദ്ദേഹത്തിന് നിലപാടുണ്ട്. ഏത് കാര്യമാണെങ്കിലും അതൊക്കെ ആലോചിക്കുമ്പോഴാ എന്റെ നെഞ്ചിനകത്തൊരു പുക. നിലമ്പൂരിൽ അന്ന് MLA ആയിരുന്ന PV അൻവർ രാജിവെച്ചിട്ട് വീണ്ടും തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ PV അൻവറിനെ പിന്തുണയ്ക്കണം എന്ന് വന്നപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ് അകറ്റി നിർത്തിയത് സതീശനാണ്. ഇത്തരം നിലപാടിനാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അമ്മക്ക് പ്രാണവേദന, മകക്ക് വീണവായന എന്ന് പറഞ്ഞ മാതിരിയായിപ്പോ എന്റെ സ്ഥിതി. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.